40 കൊല്ലം ഖാദിമായ ഒരാളുടെ മൂപ്പർ എന്താ വായ്മന്ന് വേണം എല്ലാം ഉണ്ട്. ഏത് സാഹചര്യത്തിൽ എന്ത് പറഞ്ഞു എല്ലാം കണ്ടെത്തും. എന്നിട്ട് ആശ്രയമായ തർത്തീബാക്കേണ്ട തസ്ബീഹത്തുൽ ഫുആദ് എന്നൊരു കിതാബുണ്ട്. അത് തിരിച്ചൊന്നും എന്താണ് അബ്ദുല്ലാഹി എന്താ തങ്ങളെ വാമൊഴിയാണ് കിതാബ്. മണ്ണെണ്ണ തിരിയും അതാ വദക്കറ ഫീ തസ്ബീഹത്തുൽ ഫുആദി അതല്ലേ ഉണ്ട്. അനിൽ ഹബീബിൽ ഇമാമി അബ്ദുല്ലാഹി ബിൻ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഖാല പറഞ്ഞതായിട്ട്. അപ്പൊ ഹദ്ദാദ് തങ്ങളുടെ കിതാബല്ല, അവരുടെ വായ്മൊഴി. സമിഅ ബഅദു അജില്ലായി സാദത്തി ഷരീഫൻ ണ്ടാ സാദാത്യങ്ങളിൽപ്പെട്ട വലിയൊരു നേതാക്കൾപ്പെട്ട ഒരാൾ ഒരു ഷരീഫിനെ കേട്ടു. ഷരീഫ് ആരാന്ന്? സയ്യിദ്. യഖൂലു അബീ വജദ്ദീ എന്നാ പറയാ, എൻ്റെ ഉപ്പാപ്പാന്ന്. ഫഖാല ലഹു, അപ്പോൾ എന്താക്കി ഈ കേട്ടാള് പറഞ്ഞ് കുൻക അബീക വജദ്ദിക, നിങ്ങൾ ഉപ്പാനെ പോലെയോ ഉപ്പപ്പാനെ പോലെയോ ആകണം. എന്നല്ലാണ്ട് ഓളും നിങ്ങളും രണ്ടും തട്ടിലായി കഴിഞ്ഞാൽ ഈ പണത്തിന് വലിയ അർത്ഥമില്ല. വയില്ല ഫാന്ത ഇമാമത്തുൻ ബസൂറ, നിങ്ങൾ വെറും തലീക്കെട്ട് മാത്രമായിട്ട് മാറും. വലാ ഷൈഫിൽ മക്സൂറ, മക്സൂറ എന്ന് വെച്ചാലോ അതിന് ഉള്ളിന് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ നമ്മൾ ആരെയാണോ അംഗീകരിക്കപ്പെടുന്നത് അവരെ ഒരു പിൻപറ്റുന്ന ആളാകണം. വഖാല റളിയല്ലാഹു അൻഹു ഷജറൻ സാജിറൻ അൽ ഇത്തിക്കാലി അലൻ നസബ്, വെറും കുടുംബ ബന്ധത്തിന്റെ മേൽ ഇത്തിക്കാല് ചെയ്ത് ഞാൻ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളാന്ന് പറഞ്ഞ് നടക്കുന്നു. അതിനെ വിലങ്ങിക്കൊണ്ടിട്ട് മൂപ്പർ പദ്യം ചൊല്ലി, വഹദർ വയ്യാക മിൻ ഖൗലിൽ ജഹൂലി അന വഅൻത ദൂനി ഫീ ഫദ്ലിൻ വഫീ ഹസബി فقد تأخر أقوام وما قصدوا نيل المكارم واستغنوا بكان عبيد. وحذر, നീ സൂക്ഷിച്ചോ. വയ്യാക മിൻ ഖൗലിൽ ജഹൂൽ, ജാഹിലീങ്ങൾ പറയുന്ന വലിയ ജഹലുള്ള ആളല്ലേ, അവർ പറയുന്ന കൗലിനെ സൂക്ഷിക്കും. എന്താ കൗല്? അനാ കണ്ടാ എത്തരത്തിൽ വഅൻത, നീ ദൂനിയ ഫീ ഫദ്ലിൻ വഫീ ഹസബി, പൂർവികന്മാരുടെ ഫളിലും ഹസബിലും നീ താണാളാണ്. എന്നിട്ട് ജാഹിൽ എന്താക്കും? അനാന്ന്. അത് സൂക്ഷിച്ചോ. എന്തുകൊണ്ട്? ഫഖദ് തഅഖറ അഖ്വാമുൻ, ഒരു കൗമ് പിന്നോട്ടടിച്ചു പോയി. വമാ ഖസദു, അവർ ലക്ഷ്യമാക്കിയില്ല നൈലൽ മകാരിം, മകാരിമിനെ കരസ്ഥമാക്കലും. എന്നിട്ടോ വസ്തഗ്നു ബികാന അബീൻ, എൻ്റെ ഉപ്പ ഇന്നാളായിരുന്നു, ഉപ്പ ഇന്നാളായിരുന്നു. കാനാബി കാനാബി കാനാബി, സംഘടന നേതാക്കാൻ മറന്നാളായിരുന്നു. കണ്ണിത്ത് ഉസ്താദിന് ഇൽമുണ്ട് എന്നാണ്. കണ്ണിത്ത് ഉസ്താദിന് ഇൽമുണ്ട്, അതുകൊണ്ട് ഇവന്റെ കയ്യിൽ പോയാ ഉപ്പാപ്പാക്ക് ആനയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് താൻ പറ്റില്ല. ഉപ്പാപ്പാക്ക് ഭയങ്കരമായിട്ട് ബന്ധം ആനുണ്ടായിരുന്നു പോലും. ഇങ്ങനെ കുണ്ടി വെച്ച് വെച്ചിട്ട് താൻ പറ്റിയില്ലാന്ന് കാനാബി പറഞ്ഞിട്ട്. അപ്പോൾ പറയുന്നു ولله ضد القال حيث يقول لسنا وإن أحسابنا كرمت يوما على الأحساب نتكل نبني كما كانت أوائلنا تبني وتفعل مثل ما فعلون. ഒരു ഷായിർ പറഞ്ഞു, ലസ്ന നമ്മളല്ല. ലസ്നാന്റെ ലൈസാന്റെ ഖബർ പറയും. ലൈസാന്റെ ഇസ്മല്ലേ നമ്മളല്ല എന്നുകൊണ്ട് ലൈസക്കൊരു ഖബർ പറയണ്ടേ. അതാ നത്തക്കിലും അലല്ല ഹസാബ്, ഹസാബിന്റെ മേലെ ചാരണം കൊണ്ടിട്ട് നിൽക്കൂല. അവർ ചെയ്തതുപോലെ ചെയ്യാതെ, അവർ പഠിച്ചതുപോലെ പഠിക്കാതെ, അധ്വാനിക്കാതെ പിതാക്കന്മാർ ഇന്നാളായിരുന്നു എന്നുകൊണ്ട് കുട്ടിക്കൂല. ലസ്ന നത്തക്കിലു യൗമൻ അലല്ല ഹസാബ്. ആയിക്കോട്ടെ, നമ്മളെ ഹസാബ് വൈൻ ഹസാബുന കറുമത്ത്, നമ്മളെ ഹസാബ് വളരെ മഹത്വമുള്ളത് തന്നെ സമ്മതിച്ചു. പക്ഷെ അതിൻ്റെ മുകളിൽ എത്തിക്കാല് ചെയ്തിട്ട് എല്ലാം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. അത് അന്നബിനെ കമാകാനത്ത് അവഇലുന, നമ്മളെ പൂർവികന്മാർ എപ്രകാരമായിരുന്നുവോ എന്നതുപോലെ നമ്മളെന്താക്കും, നമ്മളെ ബിൽഡിങ് ഉണ്ട്. തബിനി, അതെ, ആ കാനത്ത് അവയിലുന തബിനി, കാനത്തിന്റെ ഖബറുണ്ട്. കമാനത്ത് അവയിലുന തബിനി, നമ്മളെ പൂർവികന്മാർ എപ്രകാരമാണോ അവരുടെ ബിൽഡിംഗ് പണിഞ്ഞത് അതുപോലെ നമ്മളും പണിഞ്ഞ അവരുടെ പ്രവർത്തനം. വനഫ്അലു മിസ്ല മാ ഫഅലു, അവർ ചെയ്തതുപോലെ നമ്മളും ചെയ്യുകയും ചെയ്യും. എന്നല്ലാണ്ട് കാനാബി കാനാബി എന്നിട്ട് നിൽക്കുകയും ചെയ്യില്ല. വഖാലൽ മുതനബി പറയുന്നു, മുമ്പ് പറഞ്ഞല്ലോ ഒരു ഷായിറാണ് 303 വഫാത്ത്.
إذا لم تكن نفس الشريف كأصله فماذا الذي تغني رفاع المناصب إذا لم تكن نفس الشريف ഒരു ഷരീഫായ മനുഷ്യന്റെ നഫ്സ് ആയിട്ടില്ല. ആർ പോലെ ആയില്ല? കഅസ്ലിഹി അവന്റെ അസ്ല് പോലെ ആയിട്ടില്ല. ഈ ഷരീഫിന്റെ അസ്ല് പോലെ ആയിട്ടില്ല. എന്നാൽ ഫമാദാ അല്ലദീ തുഗ്നി റിഫാഉൽ മനാസിബി അവരുടെ പദവി വരിക എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉപകാരം കിട്ടുക? പൂർവികന്മാർ അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇവിടെ എന്ത് ഉപകാരം കിട്ടി? ഇന്ന് നടക്കുന്ന പൊതുവെ പദവി അങ്ങനെയാണ്. ശേഖന്റെ വലായിൽ കണ്ടെന്താക്കും ശേഖനെന്ന് പോലും നമ്മളെ ശേഖനങ്ങളൊക്കെ ശേഖനിലെ പോലും പിന്നെ മൂസാ നബിയുടെ ചരിത്രം വായിച്ചാലും കൂടെ നമ്മളെ ശേഖന മൂസാ നബി വലുതെല്ലാം നീട്ടിട്ട് അറിയണം. അല്ലെങ്കിൽ ചെട്ടം വായിക്കാൻ പാടില്ല. അത്ര തോന്നിപ്പോകുമ്പോൾ നമ്മുടെ മൂസാ നബിനെ കഴിച്ചാൽ നമ്മളെ ശേഖനം തോന്നിക്കളയോ ചെട്ടം വായിക്കും. ഇങ്ങനെ അതിന് ഗതിപ്പത്തിലില്ല. അപ്പൊ ലോകത്ത് ആരാ ചിത്രം വായിക്കുന്നുണ്ടാവും? പക്ഷെ അത് മുത്തനബി അങ്ങനെ ഒഴിവാക്കണം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ സിദ്ദീഖ് തങ്ങൾ നമ്മളെ ശരീരത്തിലുള്ള എന്താണായിപ്പോയോ എന്നൊരു എഴുതാതെ വരുമെങ്കിൽ ഒരു അലവി, അതായത് അലിയാർ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ആൾക്ക് അലവി എന്ന് നിസ്ബ പറയുമ്പോൾ മാവല്ലേ അലവി. ഒരലവി ആയിട്ടില്ല മിസ്ല ജാഫരൻ, ജാഫറിനെ പോലെ ആയില്ല. ആരാ ജാഫർ? അലിയാർ തങ്ങളുടെ ജ്യേഷ്ഠൻ. രണ്ടാളും കൊള്ളാവുന്ന രണ്ട് നേതാക്കന്മാരല്ലേ? കൂട്ടത്ത് യുദ്ധത്തിൽ ഷഹീദായ നേതാവല്ലേ ജാഫർ? അപ്പൊ അലവിയിലേക്കുള്ള ചേർക്കപ്പെടുന്ന ആള് ജാഫറിന്റെ മാതിരിയാവണം. ആയിട്ടില്ലേ? ആയിട്ടില്ലെങ്കിൽ എന്താന്ന് നവാസിബിന് ഹുജ്ജത്തായില്ല. എന്താ നവാസിബ്? നവാസിബ് എന്ന് പറഞ്ഞാൽ അലിയാർ തങ്ങൾക്ക് അടുത്ത ശത്രുക്കളുടെ സ്ഥാനം പേരാണ് നവാസിബ്. എന്നെ വ്യാഖ്യാനം നോക്കിയത് അലിയാർ തങ്ങളോട് വെറുപ്പ് വെച്ചാൽ വലിയ പദവി കിട്ടും എന്ന് ദീനായിട്ട് അംഗീകരിക്കുന്ന ഒരു കൂട്ടരുണ്ടോ നവാസിബ് പറഞ്ഞത്. അങ്ങനെ താല്പര്യം തന്നെ ചെയ്യാൻ നേരെ ഓപ്പോസിറ്റ് അല്ലേ? ചെയ്യാൻ അലിയാർ തങ്ങൾ ഇലാഹാക്കലാണ്. നിങ്ങൾ ഇലാഹാക്കുമ്പോൾ നമ്മൾ അവരോട് വെറുപ്പ് വെക്കുന്ന ആളായിട്ട് അനുവദിക്കും. അപ്പൊ ഒരു കൂട്ടം ഇസ്ലാമിലേക്ക് പോയി വെറുപ്പ് തവണയിരിക്കും. അപ്പൊ അലിയാർ തങ്ങളെ ശത്രുക്കളാണ് ഇവര്. ആരും നവാസിബ്. അലിയാർ തങ്ങളോട് വെറുപ്പ് വെക്കൽ വലിയ സാലിഹായ അമലാണെന്നാന്ന് പറയിച്ചിട്ട് അത് ഒരു ഉസൂലതാണ്. അപ്പോ ജാഫറിനെ പോലെ ആവാത്ത അലവിയാണെങ്കിൽ അലിയാർ ശത്രുക്കൾക്ക് മാറ്റുകൂട്ടിന്നേ ഉള്ളൂ. അതാ മുത്തനബി പറഞ്ഞത്. അലിയാർ തങ്ങൾക്കൊരു ശത്രു കൂടെ വരും. വഖാല സയ്യിദുൽ ഇമാം മുഹമ്മദ് ബിൻ ഉമർ ബിൻ സമീത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുകയാണ്. മൂപ്പർ ആരാന്ന് പഠിക്കണ്ടേ? ഒന്ന് അൽ ഇമാമു ദാഇ ഇലല്ലാഹ്. അതൊന്നും അപ്പം കണ്ടാലോ എല്ലാത്തിനും അർത്ഥം വെച്ച ഏതോലത്തെ അറബി പഠിക്കപ്പ. അൽ ആലിമുൽ ആമിലുൽ മുർഷിദാണ്. മുറബ്ബിസ് സാലിഖീൻ ആണ്. ഹാദിൽ മുരീദൈനാണ്. അൽ ഹബീബു അഹമ്മദ് ബിൻ ഉമർ ബിൻ സൈൻ ഇബ്ൻ അലവി ബിൻ സമീത്ത് ബാഅല ബിൻ ഹുസൈൻ ശിബാമി. മൗലിദ് വഫാത്ത്. അതായത് ശിബാം എന്ന സ്ഥലത്താണ് ജനിച്ചതും വഫാത്തും. വലിദ ബി ശിബാം ഹളറമൂത്തിലാണ്. എത്ര? 1183 കേട്ടോ. അപ്പൊ കൊയിലാണ്ടി കിടക്കുന്നോട് 1160 വഫാത്ത്. 623 കൊല്ലം ഓഫർ ജനിക്കുന്നു. കൊയിലാണ്ടിയിലല്ല കടലിൽ തിരയില്ലാത്ത ബാലവി കിടക്കുന്നു. ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങളെ ബലിയകത്തപ്പള്ളിയിൽ അത് 1160 വഫാത്ത്. തഖരീബൻ കറക്റ്റ് ഡേറ്റ് അല്ല. വതുവഫിയ ബിഹാ സനത്ത് 1257 വഫാത്ത്. അഖദ അൻ നബീഹി ഉപ്പാന്റെ പക്കന്നാ പിടിച്ചെടുത്തത് കേട്ടോ. വബിന് അമ്മിഹി അമ്മിന്റെ മോൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദിന്റെ വക്കൽ നിന്നു. വജമാഅത്തിൻ ആഖരീൻ വകാന മഖ്സിദൻ ലിതുല്ലാബിൽ ഇൽമി ഫീ സമനിഹി. ആ കാലഘട്ടത്തിൽ ഇൽമിനെ തേടുന്ന ആൾക്ക് ഒരു വലിയ മഖ്സൂദായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം. വഖാമ ബി തജ്ദീദി ദഅവതി ഫീ ഹളറമൗത്തി ആമ്മതൻ വശബാം ഖാസ്സതൻ. ഹളറമൗത്തിൽ പ്രത്യേക പൊതുവെയും ശബാം എന്ന സ്ഥലത്തും ദഅവത്തിന് തജ്ദീദാക്കിയത് മുബറ.
വാദഅലഹു ശുയൂഖു അസ്രി, ആ കാലഘട്ടത്തിലുള്ള ശേഖന്മാർ മുഴുവനും മൂപ്പറ സമ്മതിച്ചിട്ടുണ്ട്. വാഖഅഅൻഹു ജംഉൻ ഗഫീർ, വലിയ ആളുകൾ മൂപ്പറ വക്കന്ന് സ്വീകരിച്ചിട്ടുമുണ്ട്. വലഹു റളിയല്ലാഹു അൻഹു മജ്മൂഉ കലാമിൻ വ മവാഇൽ, വലിയ കലാമിന്റെയും വാദിന്റെയും മജ്മൂഉണ്ട്. വദീവാനും മുകാതബാത്തും തസ്തുർ ജമീഉഹാ മുഹഖഖതൻ ബിഇദ്നില്ലാഹി തആല, ഇത് മുഴുവനും തഹഖീഖോടുകൂടി കിട്ടും. അൻ ദാറുൽ ഇൽമി വദ്ദഅവതി ബിതരീഖ്, അല്ലാഹു മൊത്തത്തിലുള്ള ദാറുൽ ദഅവത്തിൽ അന്വേഷിച്ചാൽ കിട്ടുന്ന വന്ന കിതാബ്. അപ്പോൾ അന്ന് കിട്ടണമെങ്കിൽ പണി എന്താണ്? ബന്ധപ്പെടാൻ ഒരു കോടുണ്ടാക്കിയാൽ മതി. من كان ذا طبع أبي لم يكفه كان أبي ليس الفتى من يكتفي ويغتفر بالنسب ويترك أسباب النجاة مستبدلا بالعقب حرصا على مال وجاه بل ذا هو الغر الغبي إن الفتى من يقتدي بالمصطفى خير النبي. من كان ذا طبع أبي لم يكفه كان أبي. ഒരാള് ചീത്തയായ കാര്യങ്ങളെല്ലാം വളകുന്ന തബയുള്ള ആളാണ്. അയാൾക്ക് ചീത്തകളൊന്നും പറ്റില്ല. അബായബി എന്ന് അബായബ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലങ്ങിയതല്ലേ. അപ്പൊ ചീത്തയായ വാക്ക്, ചീത്തയായ പ്രവർത്തനം, സ്വഭാവം ഇതൊന്നും മുപ്പർക്ക് പറ്റൂല. അങ്ങനത്തെ തബയുള്ള ആളായി. എന്നാലും ലം യക്ഫി കാന അബി, എൻ്റെ ഉപ്പ ഇന്നാളായിരുന്നു പറഞ്ഞതുകൊണ്ട് മാത്രം മതിയാവില്ല, വേറെ കാര്യം ചെയ്യാനുണ്ട്. അതാ നസബ് കൊണ്ട് ചതിയിൽ കൊടുക്കുകയോ അതുകൊണ്ട് മതിയാക്കുകയോ ചെയ്യുന്ന ആളല്ല ഫത്ത എന്ന് പറഞ്ഞ ആൾ. ഒരു ഫത്ത എന്ന് പറയണമെങ്കിൽ ഉപ്പാപ്പ ഇന്നാളായിരുന്നു, എൻ്റെ തറവാട് വലിയ തറവാടാണ് എന്ന് പറഞ്ഞിട്ട് മതിയാക്കി ചതി കൊടുക്കുന്നവരല്ല. വയത്തുർക്ക് അസ്ബാബൻ നജാൻ, രക്ഷപ്പെടാനുള്ള അസ്ബാബ് ഒഴിവാക്കുന്ന ആളുമല്ല. മുസ്തബ്ദിലൻ ബിൽ അതബി, അതബ് എന്താണ്? ഈ ബുദ്ധിമുട്ടേറുന്ന കാര്യങ്ങൾ അതിനെ പകരമാക്കിയിട്ട് അസ്ബാബൻ നജാത്തിനെ ഒഴിവാക്കി. ഇതിനാണ് ഹിർസൻ അലാ മാലിൻ വജാ, മാലിനും ജാഹിനും കൊതിച്ചിട്ട്. ബൽ ദാ ഹുവൽ ഗിർദുൽ ഗബീ, അയാൾ ബുദ്ധിശൂന്യനായ മഗ്റൂറായ മനുഷ്യൻ എന്നാണ് അദ്ദേഹത്തിനെ പറ്റി പറയേണ്ടത്. ഇന്നൽ ഫതാ മൻ യഖ്തദി ബിൽ മുസ്തഫ ഖൈറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൻപറ്റുന്ന ആളാണ് ആര്? അൽ ഫതാ എന്ന് പറയുന്നത്. വറുവിയ അന്ന ജമാഅത്തൻ മിന സാദാത്തി ഇജ്തമഉ അലാ ഖിറാഅത്തിൽ മശ്റഇർ റബി, മുത്തഖി കിതാബിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ട്. കുറേ നേതാക്കന്മാരുടെ ചരിത്രം പറയുന്ന കിതാബാണ്. മശ്റഇയിൽ ഒരുപാട് കിതാബുണ്ട്. സിഫത്ത് എന്താണ് സഫ്വാണ്ട്, അതുപോലെ തന്നെ ഹെല്യത്തുണ്ട്, കുശൈരിയുണ്ട്. അതിൽപ്പെട്ട ഒരു കിതാബാണ് മശ്റഉർ. വകാന ഇൻദഹും അഹദുൻ മിനൽ ആമ്മ, ആ കൂട്ടത്തിൽ ആമ്മത്തിൽപ്പെട്ട വ്യക്തി ഉണ്ടായിരുന്നു, ഒരു നാടൻ. വഖാല ലഹും ബഅദൽ ഖിറാഅത്തി, ഖിറാഅത്തിന് ശേഷം ഈ നാടൻ എന്ത് പറഞ്ഞറിയോ? ഹൗലായ അഹ്ലുമാൻ, ഇവർ ആരഹലാണ് പറയപ്പെട്ടെ. ഖാലു ഹൗലായ അഹ്ലുന, അവർ നമ്മൾ അഹ്ലാണ് എന്ന് പറഞ്ഞു. ഈ വായിച്ചാൾ നമ്മളെ ആൾക്കാരാണ്. ഫഖാല അൽഹംദുലില്ലാഹ് യൗമൻ മാ ഹും അഹ്ലി, അൽഹംദുലില്ലാ ഏതെങ്കിലും ദിവസത്തിൽ ഓർ എൻ്റെയും അഹ്ലാവും. നിങ്ങൾ അഹ്ലല്ലേ, ഞാൻ പുറത്തായില്ലേ? ഒരവസരത്തിൽ എന്താകും? അള്ളാഹുവിന്റെ റസൂലോടുകൂടി ഞാൻ ഓർ അഹ്ലാവും. എന്തുകൊണ്ട്? ഇവരുടെ ചരിത്രം കേട്ടപ്പോൾ ഓരോ പോലെ എനിക്കാകണമെന്ന് ഈ പുറത്തു നിൽക്കുന്ന ആൾ ആഗ്രഹിച്ചിട്ട് അധ്വാനിക്കുന്നുണ്ടാകുമല്ലോ. അതേ അവസരത്തിൽ അവരുടെ പാതയിൽ നിന്ന് തെറ്റിയിട്ട് നമ്മൾ അഹ്ലാന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ട് മനസ്സിലായില്ല. ഖാലൂ ലഹു ലൗഹും അഹ്ലുക ലകാന ഖൈറൻ ലക, അല്ലേ? അവരെങ്ങാനും നിങ്ങൾ അഹ്ലാബുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് എന്ന് കേട്ടാൾ തിരിച്ചു പറഞ്ഞു. ഫഖാല ലൗഹും അഹ്ലി ലസ്തഹജൈതു വലനാഖത ബിൽ അർദ് മിനൽ ഹയാലി, അതാ ലൗഹും അഹ്ലി, അവരെങ്ങാനും അഹ്ലാബുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത ലജ്ജയായിരിക്കും. ഭൂമി എനിക്ക് ഹയാവ് കൊണ്ട് കുടുങ്ങും. എന്തുകൊണ്ട്? ലിക്കൗനി അമലി ലൈസ കഅമാലിഹിം, എൻ്റെ അമല് അവർ അവനെ പോലെ ആവില്ലല്ലോ. അപ്പൊ ഇത് കേട്ടപ്പോ എന്താണെന്നറിയോ? ഈ കേട്ട ചരിത്രം കേട്ട ആളുകൾക്ക് നല്ലൊരു വെടിവെപ്പാന്ന് കാരണം മനസ്സിലാക്കി പറയുന്നു. നിങ്ങളുടെ മശ്റഉർ റബിയിൽ പറഞ്ഞ നേതാക്കന്മാരുടെ ചരിത്രം പഠിച്ചിട്ട്
ഇതാരാണ് നമ്മൾ അഹ്ലാന്ന് പറയും. പക്ഷെ നിങ്ങളെ പ്രവർത്തനം അതുപോലെ ആകുന്നില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ലജ്ജ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്താ ലജ്ജയില്ലാത്തവർ ചോദ്യം സംഭവം മനസ്സിലായില്ല. നല്ലൊരു കുത്തുകൊടുത്തു. ബാബ കേട്ട ആളുകൾക്ക് പെട്ടെന്ന് നിറഞ്ഞു തന്നു. ഇയാൾ പറഞ്ഞു നല്ല ഒരു കുത്തുവാക്കാന്ന് അങ്ങനെ ഇൽമു തേടുന്ന വിഷയത്തിലും അഅമാൽ തേടുന്ന വിഷയത്തിലും അവർ ഉസ്താദാക്കി പ്രവർത്തിച്ചു. കാനത്ത് മഹിയ തരീഖ് സലഫിഹിം, അവർ സലഫു സാലിഹ്യങ്ങളുടെ തരീഖത്തിന്റെ കേന്ദ്രം തന്നെയായി മാറി. അഫാദ ദാലികൽ ഹബീബ് ഇദ്രീസ് ബിൻ ഉമർ അൽ ഹബശി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവമാണ്. അപ്പൊ ഇയാളൊരു കുത്തുവാക്ക് പറഞ്ഞതാണെങ്കിലും എന്നിട്ട് ജനങ്ങൾക്ക് എഫക്ട് ചെയ്തു. റസഖനില്ലാഹു തആല വസഅല ഇഖ്വാനി വഅഖില്ലായി കമാലുൽ ജിദ്ദി വൽ ഇജ്തിഹാദ് ആമീൻ. അത് മുസന്നിഫ് തങ്ങളുടെ ദുആയാണ്. എന്നെയും എൻ്റെ ഇഖ്വാനികളെയും എൻ്റെ സുഹൃത്തുക്കളെല്ലാം നന്നായി അധ്വാനിക്കുന്ന കാമിലികളുടെ കൂട്ടത്തിൽ അല്ലാഹു പഠിപ്പിച്ചിരട്ടെ. ഫീമാ യുൽഹിഖുനാ ബിഹിൽ ആബാഇ വൽ അജ്ദാദ്, നമ്മൾ ആബായിനോടും അജ്ദാദിനോടും നമ്മളെ ചേർക്കുന്ന വിഷയത്തിൽ എന്താണത്? അവരുടെ മാതൃക, അവരുടെ ചരിത്രം ലാസിമാക്കൽ, അവരുടെ തരീഖിൽ പ്രവേശിക്കൽ, അവരുടെ അമാലിലും അഖ്വാലിലും മുതാബഅത്തിന് അല്ലാഹു തൗഫീഖ് ചെയ്യാനും ഞാൻ ചോദിക്കുന്നു. وأن ينفعنا بهم في الدين والدنيا والآخرة. أولئك الذين هداهم الله هدى الله فبهداه مقتديه. هذا آية النعم سورة لي. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. وصلى الله وسلم على سيدنا محمد الأمين المأمون كلما ذكره الذاكرون وغفل عن ذكره الغافلون. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞാൻ മൂപ്പർ സനദാ പറയുന്നു. ആദ്യം മൂപ്പർക്ക് നേരിട്ടുള്ള ഉസ്താദന്മാരുടെ പേര് ദേഷ്യം പറയും. അവിടെ നമ്മുടെ ബാക്കി ഓക്കെ. وأنا بحمد الله تعالى أرضي هذه الطريقة العلوية. നമ്മുടെ മുസന്നിഫ് പറയുന്നത് ശരിയില്ല. عن بقية شيوخ المتأخرين, മുതഅഖിരീങ്ങളായ ശേഖന്മാരിൽ നിന്ന് ബാക്കി ജീവിച്ചിരിപ്പുള്ള ആളെ കിട്ടും. മൂപ്പരുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന സമകാലികന്മാരില്ലേ. ആഖിർ റുസൂഖ് വ തംകീൻ, മുസന്നിഫ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, നിലവിലുണ്ടായിരുന്നു. ഒന്ന് മിൻഹുമുൽ ഹബീബുൽ ആരിഫു ബില്ലാഹി ബദ്ദാലു അലൈഹിൽ മുഹാബു അലവി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഐദറൂസ് ഇബ്നു ശിഹാബ്. ഒരു സ്ഥലം കേൾക്കണേ, ഏഴാം മാറ്റം ഉണ്ടാവും. രണ്ട് വൽ ഹബീബുൽ ആരിഫു ബില്ലാഹിൽ ബറകത്തു ജഅഫർ ഇബ്നു അഹ്മദ് ഇബ്നു അബ്ദുൽ ഖാദിർ അൽ ഐദറൂസ്. രണ്ട് വൽ ഹബീബുൽ അല്ലാമത്തുൽ ഫാദിൽ മുഹമ്മദ് ഇബ്നു സാലിം ഇബ്നു ഹഫീദ് ഇബ്നു ശൈഖ് അബീബക്കർ ഇബ്നു സാലിം. മൂന്ന് വൽ ഹബീബുൽ ഇമാം ഖലീഫത്തുൽ അസ്ലാഫ് അബ്ദുൽ ഖാദിർ ഇബ്നു അഹ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ അസ്സഖാഫ്. അഞ്ച് വൽ ഹബീബുൽ ആരിഫുൽ വാസിലു അബൂബക്കർ ഇബ്നു അബ്ദുല്ലാഹിൽ ഹിബ്ശി. വൽ ഹബീബുൽ ഇമാമു ഖലീഫത്തുൽ അജ്ദാദ് അഹ്മദ് മശ്ഹൂർ ഇബ്നു താഹൽ ഹദ്ദാദ്. അറിയില്ലേ? വൽ ഹബീബുൽ ഇമാമുൽ ജലീൽ ഇബ്രാഹിം ബിൻ ഉമർ ബിൻ അഖീൽ. ഏഴ് വൽ ഹബീബുദ് ദാഇ ഇലല്ലാഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിൽ ഹദ്ദാർ. അത് മൂപ്പർ പ്രധാന ഉസ്താദും കൂടിയാണ്. അത് മൂപ്പർ ആരവൊക്കെ നിൽമ പഠിച്ചോ പാരഗ്രാഫ് വായിച്ചാൽ അന്നേരം ഹദ്ദാറിനെ പറ്റി വനഫഅനി ബിഹിം. അപ്പൊ ഏഴ് ഉസ്താദം പറഞ്ഞിട്ടുണ്ട്. ബി സനദിഹിമുൽ മുത്തസിൽ, ഇവർക്കൊക്കെ മുത്തസിലായ സനദുണ്ട്. വയറൂനഹാ തബഖതൻ അൻ തബഖത്തിൻ, അങ്ങനെ ഓരോ തബഖ റിവായത്ത് ചെയ്തിട്ടില്ല. ശൈഖ് ശുയൂഖി അൽ ഫഖീഹുൽ മുഖദ്ദം മുഹമ്മദ് ബിൻ അലി ബാ അലവി അദ്ദേഹത്തെ സാഹിബിൽ നിർവാഹത്തിലേക്ക് എത്തി. അതേ കാലത്താണ് ആര് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളും 2 കൊല്ലം മുമ്പ് സാഹിബിൽ നിർവാഹത്ത് ഒപ്പത്ത്. പക്ഷെ മൂപ്പർ ബഗ്ദാദിലാണ് ആര് ജിലാനി, ഇവർ യമൻ ആയില്ല. അൻ നബീഹി ശൈഖ് അലിയ്യൻ, ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളല്ലേ, ഓരോ ബാപ്പ അലിയല്ലേ.
വഅമ്മിഹി ഷെയ്ഖ് അലവി, ഒരു അമ്മുണ്ട് അലവി. വഹുമ, അവർ രണ്ടാളും അൻ നബീഹിം ഷെയ്ഖ് മുഹമ്മദ് സാഹിബി നിർബാത്ത്, അൻ നബീഹി ഷെയ്ഖ് അലിയിൻ ഖാലിഇൽ ഖസം, عن أبيه الشيخ علوي بن محمد، عن أبيه الشيخ محمد بن علوي، عن أبيه الإمام علوي بن عبيد الله، عن أبيه الإمام عبيد الله بن أحمد، عن أبيه الإمام مهاجر إلى الله تعالى أحمد بن عيسى، عن أبيه الإمام عيسى بن محمد، عن نبي برد എല്ലാവരും ആബാ അജ്ദാദാണ്. മുമ്പ് പറഞ്ഞല്ലോ മസറാബി പറയും ഉപ്പാനെ കണ്ടിട്ട് അതമ്പോട് ചൂന്നല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നു. അൻ അബീഹിൽ ഇമാമി മുഹമ്മദ് ബിൻ അലി, അൻ അബീഹിൽ ഇമാം അലിയിൽ ഉറൈനി, അലിയിൽ ഉറൈ നോക്ക്. അൻ അബീഹിൽ ഇമാം ജാഫർ സാദിഖ് തങ്ങളുടെ മോനാണ് അലിയിൽ ഉറൈനി. അഹ്ലുബൈത്തിൽപ്പെട്ട മഷൂർ ജാഫർ സാദിഖ് ഈ അലിയിൽ ഉറൈനിന്നാണെന്നാണ് ചവക്കട്ടത്തിനത് വ്യത്യാസപ്പെടുന്നത്. ഇവിടെ അവിടുന്ന് അങ്ങോട്ടാണ് തോന്നാം. നമ്മള് ഇതില്ലേ മുഖാദാത്തീരുടെ ലാസ്റ്റ് ബൈത്തുൽ ജല്ലിയൊക്കെ കാണാം, അലിയിൽ ഉറൈനി ഉണ്ടാവില്ല. പിന്നെ ജാഫർ സാദിഖ്, അഖിൽ മുസൽ കാദിം, മുഹമ്മദുൽ ബാഖിർ, الإمام زين العابدين علي بن حسين، عن أبيه الإمام الحسين وعمه الحسن صبتي رسول الله صلى الله عليه وسلم، وهما عن أبيهما الإمام أمير المؤمنين علي بن أبي طالب كرم الله وجهه، وعن أمهما فاطمة الزهراء رضوان الله تعالى عليهم أجمعين، عن رسول الله صلى الله عليه وسلم، عن جبريل الأمين عن الله سبحانه وتعالى. يروون عن آبائهم عن جدهم عن جبرائيل عن العزيز الفاطري حتى انتهى سر الرسول مسلسلا فيهم إلى هذا الزمان الحاضرين. فلا مستيقظ مرون الإيمان قام ولكن حسن اللي مسيحي كتب الله. മുഖദ്ദിമയിലുണ്ട് മൂപ്പരെ സാനിഫുകളും വേണ്ടല്ലോ. വിഷയത്തിലേക്ക് കിടക്കുന്നത്